ഇന്ന് ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയൊരു ചട്നി ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ട് മൂപ്പിക്കുക. അത് മൂക്കുമ്പോൾ ഇത്തിരി ജീരകം ഇടുക. അത് മൂത്തപ്പോൾ കുറച്ച് ഉള്ളി ഇട്ടു. ഉള്ളി നന്നായിട്ട് വാടി വന്നപ്പോൾ കുറച്ച് മല്ലിയില ഇട്ടു. നല്ലോണം ഇളക്കി. പിന്നെ കുറച്ച് തക്കാളി കഷ്ണാക്കി ഇട്ടു. നന്നായിട്ട് ഇളക്കി അത് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചട്ടിയിലൂടെ ദോശ ഉണ്ടാക്കി. ദോശ പരത്തിയിരുന്നു. അടച്ച് വെച്ചു. ദോശ മറിച്ചിട്ടു. ഞാൻ അപ്പോഴേക്കും നമ്മളെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിനും പറ്റും കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഞാൻ ഈ ദോശയും ചട്നിയും കൂടി ഒന്ന് കഴിക്കട്ടെ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചട്നി, നന്നായിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, പുളി, ജീരകത്തിൻ്റെ ടേസ്റ്റ്, മല്ലിയിലേൻ്റെ ടേസ്റ്റ്, ഉഴുന്ന് പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും ടേസ്റ്റ് എല്ലാം കൂടി ചേർന്നിടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുണ്ട്. പിന്നെ ഇത് എനിക്കുള്ള ചോറ് നമ്മുടെ മലയാളികളുടെ ഒരു എന്താ പറയുക, വിട്ടുകൂടാൻ പറ്റാത്തൊരു സാധനമല്ലേ. അപ്പോൾ ചോറിൻ്റെ ഒപ്പമാണ് എനിക്ക് കൂടുതലിഷ്ടം. നല്ല ചൂട് ചോറും പിന്നെ ഈ ചട്ടിയും കൂടി കിട്ടിയാൽ പിന്നെ ഒന്നും പറയണ്ട. ആഹാ അന്തസ്. അങ്ങനെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. വെറുതെ എല്ലാം തടി വയ്ക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിക്കും. ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കും, ഞാൻ തന്നെ ഇരുന്ന് വെട്ടിപിടിക്കും. ഇതാണ് എൻ്റെ അവസ്ഥ. എന്തായാലും ചോറ് കഴിക്കട്ടെ അല്ലേ. അപ്പോൾ ശരി എന്നാൽ എല്ലാവർക്കും. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നർ. താങ്ക് യു എവ്രി വൺ. ഹാവ് എ നൈസ് ഡേ. തുമ്മൽ വന്നപ്പോൾ പെട്ടെന്ന് വീഡിയോ കയറി നിർത്തേണ്ടി വന്നു കേട്ടോ. അതാണ് ഇടയിൽ കട്ടായത്. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.